വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ക്രിസ്മസ് ആഘോഷം പൂർണ്ണമാകുന്നത് നമ്മുടെ പ്ലം കേക്കിലൂടെയാണ് അല്ലേ? അപ്പോൾ ക്രിസ്മസിന് വേണ്ടി ഞാൻ പ്ലം കേക്ക് ഓവനും ബീറ്ററും ഇല്ലാതെ തയ്യാറാക്കുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാനത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോഴേ ആ വീഡിയോ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കണ്ടേ? ഈ പ്ലം കേക്ക് ഞാൻ തയ്യാറാക്കിയത് നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കില്ലേ, ഇഡ്ഡലി വട്ടയപ്പൊക്കെ ഉണ്ടാക്കില്ല ആവിയിൽ വേവിച്ചിട്ട്, അതേപോലെയാണ് ഞാൻ ഈ പ്ലം കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിവിടെ ബീറ്ററും വേണ്ട, ഓവനും വേണ്ട. നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. ആവിയിലിരുന്നിട്ടാണ് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷെ നല്ല അടിപൊളി സോഫ്റ്റും നല്ല ഫ്ലഫി ആയിട്ടാണ് കിട്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടാണ് പ്ലം കേക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ആവിയിൽ വേവിക്കുന്ന പ്ലം കേക്ക്. ഇനി കേക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഇനി ആരും പറയണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കാം. ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കാരമലൈസ് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇതുപോലെ കാരമലൈസ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക. അര കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റമ്മുണ്ടെങ്കിൽ നിങ്ങൾക്ക് റമ്മ് ഇവിടെ ചേർക്കാവുന്നതാണ്. ഓറഞ്ച് ജ്യൂസിന് പകരം റമ്മില്ലെങ്കിൽ ഇതുപോലെ ഓറഞ്ച് ജ്യൂസ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ടൂട്ടി ഫ്രൂട്ടി, പിന്നെ മിക്സഡ് നട്ട്സ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മിക്സഡ് നട്ട്സ് ആണ്. അതിൽ അണ്ടിപ്പരിപ്പുണ്ട്, ബദാമുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, പിന്നെ കറുത്ത മുന്തിരിയുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊന്നും ഇടരുത്. ലോ ഫ്ലെയിമിലിട്ടത് ഇങ്ങനെ ഇരുന്ന് കറക്റ്റായിട്ട് ആ നട്ട്സിലൊക്കെ നമ്മുടെ കാരമലൈസ് ചെയ്ത് പിടിക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് അതിലൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ എടുത്തിരിക്കുന്നത് സിനമൺ പൗഡർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പട്ടയില്ലേ, പട്ടയുടെ പൗഡറാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുക്കുപൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, 1/2 ടീസ്പൂൺ. ഞാനിതിൽ ആ ഒരു വീഡിയോ മിസ്സായിപ്പോയത് ഇപ്പോഴാണ് കണ്ടത്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലുള്ള ഒന്നും ഓപ്ഷനിലല്ല കേട്ടോ, എല്ലാം ചേർക്കണേ. ഇപ്പം നമ്മൾ മുട്ട ബീറ്റ് ചെയ്തില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ നട്ട്സൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടില്ലേ, കാരമലൈസ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിവിടെ ഇത് സ്റ്റീം ചെയ്യുകയാണ്. അപ്പോൾ അത് കാരണം ഞാനിവിടെ വട്ടയപ്പം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർ ഇതിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ ഈ വട്ടയപ്പത്തിൻ്റെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഈവൻലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാം ഈവൻലി സ്പ്രെഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു 3-4 പ്രാവശ്യം. ഇത് ടാപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തായാലും ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഒരു 10-15 മിനിറ്റ് കേട്ടോ. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. കാഴ്ചയിൽ നമ്മുടെ വട്ടയപ്പം അല്ലല്ലോ, പ്ലം കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടൂത്ത് പിക്ക് വെച്ചതുപോലെ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. ഒന്ന് സ്റ്റിക്ക് ആയിട്ടില്ലെങ്കിൽ ഇത് കൃത്യമായി കുക്കായിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന്
ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ആവിയിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്ലം കേക്ക്. നിങ്ങൾക്കത് മുറിച്ചും കൂടി കാണിച്ചു തരാമേ. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാരണം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ ഉള്ളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അല്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചാണ് ടേസ്റ്റിന് വ്യത്യാസമുണ്ട്, ടേസ്റ്റിന് വ്യത്യാസമില്ല. നമ്മുടെ പ്ലം കേക്കും നമ്മുടെ ആ ഒരു ഓവനിൽ വരുമ്പോൾ ചെറിയൊരു ക്രിസ്പിനെസ് നമുക്ക് സൈഡിൽ കിട്ടും. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് ഇവിടെ കിട്ടില്ല, ഇതിൽ മൊത്തം സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടാണ്, നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്ലം കേക്കാണ് ആവിയിൽ വേവിച്ചിട്ടുള്ള പ്ലം കേക്ക്. മസ്റ്റ് ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കി എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക. നല്ല അടിപൊളി ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.